അയ്യോ പ്ലീസ് 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 എന്നെ ഇട്ടിട്ട് പോലെ എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഒരു ചാൻസ് കൂടി തരുമോ, എന്റെ കുറ്റമാണ്, എന്റെ തെറ്റാണ്, ഞാൻ ഈ കാല് പിടിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പിറകിൽ പോകാറുണ്ടോ? നിങ്ങൾ ഓർക്കുക, ഒരുപാട് ബെഗ് ചെയ്യും തോറും, അതായത് ഒരുപാട് കാല് പിടിച്ച് യാചിച്ച് അവരുടെ ലൈഫിലേക്ക് ചെല്ലും തോറും അവർക്ക് നമ്മൾക്കുള്ള വെറുപ്പും ദേഷ്യവും പുച്ഛവും ഒക്കെ കൂടി കൂടി വരികയുള്ളൂ. അവർക്ക് നമ്മൾ അവരുടെ ലൈഫിൽ വേണം എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രത്തോളം കയ്യും കാലും പിടിക്കാനായിട്ട് അവരായിട്ട് ഒരു അവസരം ഉണ്ടാക്കി തരില്ലായിരുന്നു. നമുക്കറിയാം അവരാണ് തെറ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും ആ ബന്ധം മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാല് പിടിച്ചിട്ടുണ്ട്, കൈ പിടിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും നേട്ടമുണ്ടോ? നമ്മൾ കയ്യും കാലും പിടിച്ച് കരയുമ്പോൾ അവർ നമുക്കൊരു ചാൻസ് തരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ കയ്യും കാലും പിടിച്ച് യാചിച്ച് നമുക്കൊരു അവസരം അവർ തന്നെങ്കിൽ പോലും അവരുമായിട്ടുള്ള ജീവിതമൊക്കെ തുടങ്ങി കഴിയുമ്പോഴായിരിക്കും ഈ ദേഷ്യവും പുച്ഛവും നമ്മളൊക്കെ ഒരു വിലയും തന്നിട്ടില്ലാത്ത ആ വ്യക്തികൾ പെട്ടെന്നൊരു നിമിഷം പൊട്ടിത്തെറിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു വെറുപ്പും ദേഷ്യവും കൂടി 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 ഒരു ദിവസം അവർ നമ്മളെ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് അതിനായിട്ട് നിങ്ങളൊരു ഇടവരുത്തരുത്. 1 2 പ്രാവശ്യമൊക്കെ ഓക്കെ. വീണ്ടും വീണ്ടും നിരന്തരം നമ്മളാണ് കയ്യും കാലും പിടിച്ച് അല്ലെങ്കിൽ യാചിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ യാചിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ നമുക്കൊരു അവസരം തരുന്നത്. അപ്പോൾ അത് ശാശ്വതമായിട്ടുള്ള ഒരു റിലേഷൻ അല്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡെഫിനറ്റ്ലി പോകും. അന്നേരവും നമ്മളാണ് കരയാനുള്ളത്, നമ്മളാണ് ഒറ്റപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളത് മനസ്സിലാക്കി മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്ക് പറ്റിയ ഒരാളല്ല, അയാൾ നമുക്ക് വേണ്ടത്ര വില തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോഴാവുമ്പോൾ അത്രമാത്രം മുറിവ് നമുക്ക് ഉണ്ടാവുകയില്ല. ഡേ ബൈ ഡേ കുറച്ചും കൂടി ബോണ്ടിങ് ആയി, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ആ ബന്ധം പതിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും തളർന്നു പോകുന്നത് നമ്മൾ മാത്രമായിരിക്കും. അപ്പോൾ ഇനി ആരെയും മുന്നിൽ താഴാനോ കാലുപിടിക്കാനോ പോകേണ്ട.